മറ്റ് പാസ്റ്റർമാർ, അവരുടെ കുടുംബങ്ങൾ, വന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കായിട്ടും സ്തോത്രം. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങൾ, എന്നോടൊപ്പം അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ഐസക് സാറ്, സെക്രട്ടറി പാസ്റ്റർ തോമസ് ഫിലിപ്പ്, അങ്ങനെ കമ്മിറ്റിയിലെ 5 അംഗങ്ങളിൽ 3 പേരിവിടെ സ്ഥിരം ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെയുണ്ട്. സമൂഹം ഒന്നായി ചേർന്ന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാനും വേർതിരിച്ചിരിക്കുന്ന സമയമാണ്. നിങ്ങളും ആ കാര്യത്തിൽ വന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷം. നിങ്ങളുടെ ഈ സഹകരണത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു സമ്പൂർണ്ണ ജയത്തെക്കുറിച്ചാണ്. എല്ലാ മണ്ഡലത്തിലുമുള്ള ജയം. അപ്പം അങ്ങനെയൊരു ജയം അത് ജീവിതത്തിലായാലും ശുശ്രൂഷയിലായാലും എല്ലാത്തിലും വലിയൊരു ജയത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി, അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം. നമ്മൾ ആദ്യത്തെ സന്ദർഭത്തിൽ പറഞ്ഞത് തന്നെ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ എല്ലാ സാഹചര്യത്തിലും എന്തെല്ലാം സംഭവിച്ചാലും യാതൊന്നിനും ഞങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ലെന്നും പൂർണ്ണ ജയം തരുന്നു എന്നും പറയുന്ന ആ ആത്മീക ജീവിതത്തെക്കുറിച്ചും ആണ് പ്രധാനമായും നമ്മുടെ പരിഗണന. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ എല്ലാവർക്കും ഒന്നും അത് കിട്ടുന്നില്ല. അങ്ങനെ എപ്പോഴും ജയിക്കാൻ ഒത്തിരി പേർക്ക് സാധിക്കുന്നില്ല, എല്ലാത്തിലും ജയിക്കാനും സാധിക്കുന്നില്ല. എന്നാൽ അതിന് പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വചനം പറയുന്നത്, നിങ്ങളെ തോൽപ്പിക്കണം എന്ന നിർബന്ധത്തിൽ ഒരാൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങും, എല്ലായിടവും പോകും. തോൽപ്പിക്കാനുള്ള എല്ലാ ആസൂത്രണങ്ങളും തൻ്റെ പക്കലുണ്ട്. ഒരുപാട് മനുഷ്യരെ വീഴ്ത്തിയ ചരിത്രവും, നേരത്തെ ഒരു പാട്ടുകാരൻ പാടിയതുപോലെ അങ്ങനെ വീണ് കിടക്കുന്നവരുടെ കുന്നുകളും കാണാനുണ്ട്. അപ്പം അതിൻ്റെ നടുവിൽ പൂർണ്ണ ജയമെടുക്കുന്നതിനുള്ള അതിൻ്റെ മാർഗത്തിൻ്റെ ഒരു ഭാഗം ഇന്ന് രാത്രി ഞാൻ വചനത്തിലൂടെ ഒന്ന് പറയാൻ പോകും. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 31-32 ഈ വാക്യങ്ങൾ ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ലൂക്കോസ് 14-ാം അധ്യായം 31-32 വാക്യം. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടും മുൻപേ ഇരുന്ന് 20,000-വുമായി വരുന്നവനോട് താൻ 10,000-വുമായി എതിർക്കുവാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. യേശു തന്നെ പിൻപറ്റാൻ ആഗ്രഹിച്ച ആളുകളോട്
പറയുന്ന ഒരു ഭാഗമാണ്. പറഞ്ഞാൽ ചുരുക്കം അങ്ങ് പറഞ്ഞിട്ട് ഈ വാക്യത്തെ സ്വല്പം ഒന്ന് വിശദീകരിക്കാം. യേശു പറഞ്ഞ ഇതാണ്: എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ശരിക്കും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ മതി. നല്ല പോലെ കണക്ക് കൂട്ടിയിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി. ഇറങ്ങി തിരിച്ച് സ്വല്പം പോയി വെച്ച് പിന്മാറുന്നാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, നല്ലപോലെ ആലോചിച്ചിട്ട് വരും എന്നാണ് യേശു പറഞ്ഞത്. അതിന് പറഞ്ഞൊരു ഉദാഹരണമാണ്. പറയുന്ന ഇതാണ്: രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു, രണ്ട് രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. അതിലെ ഒരു രാജാവ് 20,000 പടയാളികളുമായി യുദ്ധത്തിന് വരികയാണ്. ഇപ്പുറത്തെ രാജ്യത്തിൻ്റെ പക്കൽ 10,000 ഉള്ളൂ. അപ്പം ആ 10,000 പടയാളികളുമായി പോയാൽ 20,000 പടയാളികളുമായി വരുന്ന ആ സേനയോട് ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കി. യുദ്ധത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോണം, ഇല്ലെങ്കിൽ യുദ്ധം നഷ്ടം പറ്റും, മനുഷ്യർ ചാവും, പണം നഷ്ടമാവും, പല പല നഷ്ടങ്ങളുണ്ടാവും. അപ്പം തത്വം ഇവിടെ പറയുന്ന തത്വം മാത്രമാണ് ഞാനൊന്ന് പറയുന്നത്. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം കണക്ക് കൂട്ടണം, ശത്രു ആരാണ് എന്ന് മനസ്സിലാക്കണം. ആ വരുന്ന ശത്രുവിനോട് എതിർക്കാൻ പറ്റിയ ശേഷി നമുക്കുണ്ടോ എന്ന് നോക്കണം. ഒന്ന്, ശത്രു ആരാണെന്നറിയണം. രണ്ട്, ആ ശത്രുവിന് എന്ത് ശക്തിയുണ്ടെന്നറിയണം. അയാൾക്കെന്ത് കഴിവുകേടുകളുണ്ടെന്നറിയണം. അയാളുടെ ബലഹീനത എവിടെയാണ്, അല്ല രാജ്യത്തിൻ്റെ ബലഹീനത എവിടെയാണെന്നറിയണം. ആ രാജ്യത്തിൻ്റെ പക്കൽ എന്തെല്ലാം ആയുധങ്ങളുണ്ടെന്നറിയണം. അവരുടെ യുദ്ധതന്ത്രം എന്താണ് എന്നറിയണം. ഇവ അറിഞ്ഞെങ്കിലേ ജയിക്കാൻ പറ്റുള്ളൂ. അല്ല ചുമ്മാ അങ്ങോട്ട് പോയി അങ്ങ് യുദ്ധം ചെയ്താൽ ജയം ഉണ്ടാവില്ല. ഒന്നുകൂടെ പറയും, ശത്രുവിനെ അറിയണം, ശത്രുവിൻ്റെ ബലവും ബലഹീനതയും അറിയണം, അയാളുടെ പ്ലാൻ എന്താണെന്നറിയണം, അയാളുടെ പക്കലിരിക്കുന്ന ചരക്കുകൾ അറിയണം, ആയുധങ്ങൾ അറിയണം. എന്നിട്ട് വേണം യുദ്ധത്തിന് പോകാൻ. നമുക്കൊരു പ്രതിയോഗിയുണ്ട് എന്നാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ഒരു പ്രതിയോഗിയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ പ്രതിയോഗി ആരാണ് എന്നറിഞ്ഞിട്ട് അതിന് തക്കവണ്ണം സജ്ജമായിട്ട് വേണം ഈ കാര്യത്തിന് പോകാൻ. ജീവിതമേ ഒരു യുദ്ധമാണ്. ജീവിതത്തിന് അനുകൂലമായ സാഹചര്യമല്ല ലോകത്തിലെല്ലായിടത്തും ഉള്ളത്. ഒരു മനുഷ്യർക്കും അനുകൂലമായ സാഹചര്യമല്ല ലോകത്തിലെല്ലായിടത്തും ഉള്ളത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ അവൻ പൊരുതിയെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അവൻ്റെ സർവൈവൽ, അതിന് പോലും മനുഷ്യന് പലതിനോടും, ഭൂമിയിലെ പലതിനോടും പൊരുതിയിട്ട് വേണം ഏത് മനുഷ്യനും ജീവിക്കാൻ. ഇപ്പം ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് വ്യക്തമായ ഒരു ശത്രു ഉണ്ടെന്നും ആ ശത്രുവിനെ സംബന്ധിച്ചുള്ള അറിവും ഉണ്ടായിട്ട് വേണം പോകാൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പറഞ്ഞ ഒരു വാക്യം കൂടെ ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ ഒരു വാക്യം കൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട്, ചിലർ ഇന്ന് ആദ്യമായിട്ട് വന്നവരാണ്. എന്നാൽ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ജയത്തിൻ്റെ ശുശ്രൂഷയുടെയും ജീവിതത്തിലെയും മണ്ഡലത്തെക്കുറിച്ച് അതിനൊരുക്കുന്ന വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വളരെ ഒരു പ്രധാനപ്പെട്ട വാക്യം നമ്മൾ ശ്രദ്ധിച്ചത് 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ്. ആ വാക്യങ്ങളിലൊന്നും ഞാൻ നിൽക്കില്ല, ഇന്ന് പറയാനുള്ള പ്രധാന കാര്യം പറയാൻ വേണ്ടി തന്നെ വരികയാണ്. എന്താണ് അവിടെ വായിച്ചത്? നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഗോ ഹെഡ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന്
ചുറ്റി നടക്കുന്നു. ഈ വാക്യത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുക. ആരാണ് ശത്രുവെന്നും അയാളുടെ പദ്ധതി എന്താണെന്നും അയാളുടെ ശക്തി എന്താണെന്നും അയാളുടെ ആസൂത്രണങ്ങൾ എന്താണെന്നും ഒക്കെ കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പം ഇത് ആർക്കാണുള്ളത്? അടുത്ത വാക്യം നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ. എല്ലാവർക്കും ഉള്ള ഒരു ശത്രു, ഒരെതിരാളി. അതുകൊണ്ട് എനിക്കിതൊന്നും ബാധകമല്ലെന്ന് ആരും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ബാധകമാണ്. അപ്പം ആ എല്ലാവർക്കും ബാധകമായ ആ ശത്രു, അതും അയാൾ വരുന്ന വലിയ ഉദ്ദേശത്തോടാണ്, മുടിച്ചു കളയാൻ. ആരെ? വിഴുങ്ങേണ്ടു എന്തിന്? നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ആ ശത്രുവിനോടാ. അതാണ് നമ്മുടെ ശത്രു. ആ ശത്രു നമ്മൾ നേരത്തെ വായിച്ച ചില വാക്യങ്ങളോട് കോർത്തിണക്കി പറഞ്ഞാൽ, എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം കരിജോസി പറഞ്ഞാണ്, അതുകൊണ്ട് അതെല്ലായിടത്തും വായിക്കില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ജഡവും രക്തമുള്ള ഒന്നിനോട്, മനുഷ്യരോടല്ല നമുക്ക് യുദ്ധമുള്ളത്, നമുക്ക് പോരാട്ടമുള്ളത്. ഭൂമിയിലെ ഒരു മനുഷ്യരോടും നമുക്ക് എതിർപ്പില്ല, നമുക്ക് അങ്ങോട്ട് പോരാട്ടം ഇല്ല. ഇങ്ങോട്ട് പോരാടിയാലും തിരിച്ചങ്ങോട്ട് പോരാട്ടം ഇല്ല. ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, മനുഷ്യർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരിനോടല്ല, മനുഷ്യർ ഉൾപ്പെട്ട് നിൽക്കുന്ന മതത്തോടല്ല. ഇങ്ങനെ ഇതിനോടൊന്നും നമുക്കൊരു പോരാട്ടം ഇല്ല. പിന്നെ വേറെ ഒരു ശക്തിയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ആ പോരാട്ടമാണ് നേരത്തെ പറഞ്ഞത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. അത് ചില ശക്തിയുള്ളൊരു കാര്യമാണ് എന്നാണ് അവിടെ പറയുന്നത്. അതല്ലേ പറഞ്ഞത്? അതുകൊണ്ടെന്ത് വേണം? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ, എതിരാളി അവഗണിക്കാൻ പറ്റിയ, നിസ്സാരമായി കരുതാൻ പറ്റിയ ഒരാൾ അല്ല. ശക്തനായ ഒരു എതിരാളിയാണ്. അയാൾ ശക്തനാണ് എങ്കിലും ദൈവത്തിന് കീഴേ ഉള്ള ആളാണ്. ദൈവത്തിന് സമമായിട്ട് വരില്ല. വാക്യങ്ങൾ പിന്നെടുക്കുക. ദൈവശക്തിയുടെ മുമ്പാകെ ഇപ്പറയുന്ന ആളിൻ്റെ ശക്തി ഏതുമില്ല. ആൾ ശക്തനാണ്, ശരിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി അതിന് മീതെ ഉള്ളതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അയാൾ ഒരു കാണപ്പെടുന്ന ഒരു ജീവിയല്ല, കാണപ്പെടാത്ത ഒന്നാണ്. ഇതൊരു ആത്മജീവിയാണ് എന്ന് പറയാം. എന്നുവെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാൾ അല്ല, അദൃശ്യമായ ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു അദൃശ്യ ജീവി, ഒരു ആത്മജീവി, അതാണ് നമുക്ക് എതിരായിട്ടുള്ളത്. ആ ആളിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുകയില്ല. നമുക്കെതിരായിട്ട് നമ്മൾ കാണുന്നത് ആരൊക്കെയോ നമുക്കെതിരെ വർത്തമാനം പറയുന്നു, അവർ നമുക്കെതിരാന്ന് വിചാരിക്കുന്നു. ആരൊക്കെയോ നമുക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നു, അപ്പോൾ അവരെ ശത്രുവായിട്ട് നമ്മൾ കരുതുന്നു. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഭാഷയിൽ അവരാരും നമ്മുടെ ശത്രുക്കൾ അല്ല. അവരെ ശത്രുവായിട്ട് കരുതേണ്ട കാര്യവും ഇല്ല. അവരോട് യുദ്ധവും പോരാട്ടവും ചെയ്യാൻ പാടില്ല. ഈ ആത്മജീവിക്ക് വളരെ ശക്തിമത്തായ ഒരു സംവിധാനമുണ്ടെന്നും ആ വാക്യത്തിൽ പറയുന്നുണ്ട്. അതായത് ആ പറഞ്ഞ വാക്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ, അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ശക്തമായ സംവിധാനം അയക്കൊണ്ട്. അത് വളരെ സുസംഘടിതവും ഹൈലി ഓർഗനൈസ്ഡാണ്, സിസ്റ്റമാറ്റിക്കാണ്. വളരെ ക്രമീകൃതവും സുസംഘടിതമായ സംവിധാനം ഇടപെക്കൽ
ഉണ്ട്. അല്ലാതെ അലസമായ ഒരു സമ്പ്രദായം അല്ലത്. വെരി ഓർഗനൈസ്ഡ്. അയാളുടെ പദ്ധതി നടപ്പാക്കത്തക്ക എല്ലാ സംവിധാനങ്ങളും അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള വിപുലമായ സംവിധാനങ്ങൾ തൻ്റെ പക്കൽ ഉണ്ട്. ഇയാൾ ശക്തിയിലാണ് പോകുന്നത്, ശക്തിയോടാണ് പോകുന്നത്, ബലഹീനനായിട്ടല്ല പോകുന്നത്. എപ്പോഴും ശക്തിയോടാണ് പോകുന്നത്. മനുഷ്യരെക്കാൾ ശക്തി ഈ ആളിന് ഉണ്ട്. ഏത് മനുഷ്യനേക്കാളും ശക്തിയുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ ദൈവം ഇതിന് മേളിലുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പാകെ ഇത് ഏതുമില്ല എന്നറിഞ്ഞിരിക്കണം. ഇനി ഈ ആളിനെ സംബന്ധിച്ച് വചനം പറയുന്ന ചില വാക്യങ്ങൾ ഒന്ന് പറയാം. അയാളെ വിളിച്ചിരിക്കുന്നത് 2 കൊരിന്ത്യർ 4:4 പറയുന്ന ഒരു പ്രയോഗമുണ്ട്. 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അയാൾക്ക് പറഞ്ഞിരിക്കുന്ന പേര് ഈ ലോകത്തിന്റെ ദൈവം. ഇപ്പൊ കൊച്ചുപുള്ളിയാണോ? അല്ലല്ലോ. പറയുന്ന പ്രയോഗങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിൻ്റെ ദൈവം. അപ്പം ഈ ലോകത്തിലേക്ക് വിപുലമായ സംവിധാനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. 1 യോഹന്നാൻ 5:19 വായിച്ചാലോ? അതിനോട് ചേർത്ത് പോകുന്നൊരു വാക്യമാണ്. നമ്മളീ പറഞ്ഞതിൻ്റെ എല്ലാം ഉദ്ദേശം മനസ്സിലാക്കണം. ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലിത്. നമ്മുടെ ശത്രുവിനെ വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ശത്രുവിനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞെങ്കിലേ ആരെ ജയിക്കണമെന്ന് അറിയുള്ളൂ, എങ്ങനെ ജയിക്കണമെന്ന് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ പാഠം പറയുന്നതെന്ന് ഓർത്തോണ്ട് വേണം ഇത് കേൾക്കാൻ. അല്ലാതെ കേട്ട് കഴിയുമ്പോൾ ചാപ്പാടെ പേടിയും വന്ന് രോഗം കഴിഞ്ഞ് പേടിച്ച് വീട്ടിൽ പോയാൽ അതുകൊണ്ട് ഗുണമില്ല. ഉദ്ദേശം ശരിക്കും മനസ്സിലാക്കിയിരിക്കുക. ഞാൻ പറഞ്ഞ വാക്യം, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കണ്ടില്ലേ? ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുകയാണ്, സർവ്വലോകവും ഇയാളുടെ അധീനതയിൽ കിടക്കുന്നു. അയാളെ വിളിച്ചിരിക്കുന്ന ദുഷ്ടൻ. ജന ഗുണമല്ല ചെയ്യുന്നത്, ദോഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ്. സർവ്വലോകവും, ഭൂമിയിൽ ഒരിടം മാത്രമൊന്നുമല്ല, എല്ലാ രാജ്യത്തും ഇതിൻ്റെ പരിപാടിയാണ്. അതില്ലാത്ത ഒരു രാജ്യവും ഇല്ല. അപ്പം ആ സർവ്വലോകവും അധീനതയിൽ കിടക്കുന്നുവെന്ന്. അപ്പം എന്തുമാത്രം ആധിപത്യവും സ്വാധീനവും ഉണ്ട് എന്നും കൂടി അറിഞ്ഞിരിക്കണം. ലോകത്തിലെ ഏത് സാധനവും ചരക്കും അയാളെടുത്ത് ഉപയോഗിക്കും എന്നും അറിഞ്ഞിരിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം അയാളെ വിശദീകരിക്കുന്ന മറ്റൊരു വാക്യമാണ്. എഫേസ്യ ലേഖനം 2:2. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും പറയാ ആകാശത്തിലെ അധികാരം. അങ്ങനെ വായിക്കാം, ആകാശത്തിലെ അധികാരം. അപ്പം ആകാശമണ്ഡലം, ഈ ലോകത്തിൻ്റെ ദൈവം ഭൂമിയിൽ മാത്രമല്ല, ഈ ആകാശമണ്ഡലത്തിൻ്റെ അധികാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 12:13, 14:30. യോഹന്നാൻ 12:13, 14:30. ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട്. യോഹന്നാൻ 12:13 ആണോ അത്? 14:30 വായിക്കാം. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുന്നില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. വിളിച്ചിരിക്കുന്നത് ലോകത്തിന്റെ പ്രഭു, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്. പ്രഭു
ഭരണാധികാരിക്ക് ചേരുന്ന മറ്റൊരു വാക്കാണത്. അപ്പം ആ ലോകത്തിൻ്റെ പ്രഭു, അതാണ് ശത്രുന്ന്, എതിരാളിയെന്ന്. എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, കേൾക്കൂ, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും. ആ വാക്കിനെ പിന്നെ ഒന്ന് വിശദീകരിക്കാം. എങ്കിലും വലിയ സംവിധാനമാണത്. ഇതാണ് അഭിമുഖീകരിക്കേണ്ട ശത്രു. അപ്പം കാര്യം നിസ്സാരമായി കരുതരുത്, പക്ഷെ പേടിച്ചു പോകാനും പാടില്ല. എന്നാലും അറിഞ്ഞിരിക്കണം, ഒന്നുകൂടെ എടുത്തു പറയുന്നു, നിസ്സാരമായി കൈകാര്യം ചെയ്യാവുന്നൊരു കാര്യം അല്ല. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലായിടത്തും ഉണ്ട്, രാത്രിയും പകലും ഉണ്ട്. ഇതില്ലാത്ത ഒരു ദേശം ഇല്ല, ഒരു രാജ്യമില്ല. എവിടെ പോയാലും ഈ ആളിൻ്റെ പ്രവൃത്തി ഉണ്ടായിരിക്കും. അപ്പം അതറിഞ്ഞ് വേണം ദൈവത്തിൻ്റെ ജനം ജീവിതത്തിൽ ജയിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ജയിക്കാൻ തന്നെ തീരുമാനിക്കണം. യേശുവിൻ്റെ പുറകെ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒന്നുകൂടി എടുത്തു പറയുന്നു, തോൽക്കേണ്ട ഒരാവശ്യം ഇതിനകത്ത് ഇല്ല. കാരണം പറഞ്ഞ ഓർമ്മയുണ്ടോ? ദൈവം നമുക്ക് അനുകൂലം, യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥം അണയ്ക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു, ദൂതന്മാർ നമുക്ക് സേവനത്തിന് തയ്യാറായി നിൽക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ഓ ഹല്ലേലൂയ, കമാൺ, ആർക്കെതിരെ നിന്ന് ജയിക്കാൻ പറ്റും? സാധാരണ വിശ്വാസിയെന്നും ബലഹീനനെന്നും പാവപ്പെട്ടവരെന്നും ഒക്കെ നമ്മൾ പറയുന്ന ആളുകൾ പറയുന്ന ഈ ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിലെ ജയസാധ്യത നല്ല പോലെ മനസ്സിലാക്കി വേണം ഈ ജീവിതത്തിന് പോകാൻ. നമ്മളെ അറിയണം, നമുക്കെതിരെയുള്ള ശത്രുവിനെയും അറിയണം. ശരി, അപ്പോൾ ആ ശത്രുവിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ഒരല്പം കാര്യം കൂടെ പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അയാളെ അറിയണം, അയാളുടെ സ്വഭാവം അറിയണം, അയാളുടെ ശക്തി അറിയണം, അയാളുടെ ബലഹീനത അറിയണം, അയാളുടെ പദ്ധതികൾ അറിയണം, അയാളുടെ ആയുധങ്ങൾ അറിയണം. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യം അയാളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇനി അയാളെ സംബന്ധിച്ച് സ്വല്പ കാര്യം പറയാം. ആരാണ് ശത്രുവെന്ന് തെളിച്ച് പറഞ്ഞിരിക്കുന്നല്ലോ. 1 പത്രോസ് 5:8 തെളിച്ച് പറഞ്ഞില്ലേ? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. അയാളാണ് ആള്, പിശാച് എന്ന് പറഞ്ഞാൽ ആരാണ്? അതിനെ സംബന്ധിച്ചൊരല്പം വിവരം നമുക്ക് വേണ്ടേ? പിശാചിനെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആളെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ അങ്ങനധികം പഠിക്കാറില്ല. നമുക്കതിനകത്ത് ഇഷ്ടമേ ഇല്ല അങ്ങനത്തെ പഠിക്കാൻ. ആ വാക്ക് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷെ ആളുണ്ടല്ലോ, ആൾ കഠിനമായി പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആളിനെ ഒന്ന് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് എന്താണ് വേദപുസ്തകം പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതത് വിശദീകരിച്ചിരിക്കുന്ന കുറേ വേദഭാഗങ്ങളുണ്ട്, പലതുണ്ട്. ഇതിന് അടിസ്ഥാനപരമായി ഒരു 2-3 ഭാഗം ഞാനൊന്ന് പറയുക. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം, അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഞാനീ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതും ഒന്ന് എഴുതിയെടുക്കാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ളതാണ്. കാരണം ഇത് കാര്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. വീട്ടിൽ ചെന്നിരുന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കണമെങ്കിൽ വായിച്ച് നോക്കേണ്ട കാര്യം ആണല്ല, കേട്ടുവിട്ടാൻ പറ്റുന്നൊരു കാര്യമല്ല. റൈറ്റ്. അപ്പോൾ യെശയ്യാ 14-ാം അധ്യായം 12 മുതൽ 15 വരെ, യെഹെസ്കേൽ 28-ന്റെ 11 മുതൽ 19 വരെ, 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, യൂദാ 6-ാം വാക്യം,
ഇങ്ങനെ പല വാക്യങ്ങൾ. ഇനി ഈ ആളിനെ സംബന്ധിച്ച് വേദപുസ്തകം പറഞ്ഞ ചില വിശദീകരണങ്ങളിലേക്ക് പോവുകയാണ്, ആളാരാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 2 പ്രവചന ഭാഗം പെട്ടെന്ന് വായിച്ചാൽ ആരെക്കുറിച്ചാണെന്ന് സംശയം തോന്നും. കാരണം യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗം തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ബാബേൽ രാജാവിനെ കുറിച്ച് നീ ഒരു വിലാപം ചൊല്ലേണ്ടത് എന്നാൽ, ബാബേൽ എന്ന് പറയുന്നത് പുരാതനമായ ബാബിലോൺ സാമ്രാജ്യം. അപ്പോൾ ആ ബാബിലോൺ ഇസ്രായേലിനെയൊക്കെ യഹൂദയെ അടിമകളാക്കി കൊണ്ടുപോയ രാജ്യമാണ്. അപ്പം അവരെ അതിൻ്റെ പ്രഭുവിനെക്കുറിച്ച്, ഭരണാധികാരിയെക്കുറിച്ച് വിലാപം ചൊല്ലണമെന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ വിലാപഗീതം ആ ആളിൽ ഒതുങ്ങുന്നതല്ല. വിശദീകരണങ്ങളൊന്നും അയാളിൽ പരിമിതപ്പെടുത്താൻ പറ്റില്ല. യെഹെസ്കേലിലെ വാക്യം സോർ രാജാവിനെ കുറിച്ച് നീ ഒരു വിലാപം ചൊല്ലേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, സോർ എന്ന് പറഞ്ഞൊരു രാജ്യം. അപ്പം ആ രാജ്യം അന്ന് ആധിപത്യം നടത്തി കുറേ നാശം ചെയ്തൊരു രാജ്യമാണ്. പല രാജ്യങ്ങൾക്ക് വളരെ നാശം ചെയ്ത രാജ്യമാണ്. അപ്പം അതിനെക്കുറിച്ചൊരു വിലാപം ചൊല്ലണമെന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പറഞ്ഞ വിലാപം ഭൂമിയിൽ ഒരു മനുഷ്യനെക്കുറിച്ചും പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്ന വിശദീകരണങ്ങളല്ല. അപ്പം അതിനപ്പുറമുള്ള വിശദീകരണമാണ് അവിടെ അന്വേഷിക്കേണ്ടത്. ഇനി നോക്കാം ചില വാക്കുകൾ. ഞാൻ പറയുന്ന ക്രമത്തിൽ ആ വാക്യം വായിച്ചെങ്കിലേ അർത്ഥങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. യെഹെസ്കേൽ 28-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നു. ആദ്യത്തെ ഭാഗം, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന ഖെറൂബാകുന്നു. ഖെറൂബ് എന്ന് പറയുന്നത് ദൂതശാസ്ത്രപ്രകാരം ദൈവദൂതന്മാരുടെ ഒരു പ്രത്യേക ഗണമാണത്. ദൂതന്മാർ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. തുല്യ ദൂതഗണ സംഖ്യകളുണ്ട്. അതിനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചിരിക്കുകയാണ്. അല്ലാതെ കുറേ ദൂതന്മാരെന്ന് മാത്രമല്ല, അവരുടെ ജോലി അനുസരിച്ച്, സ്ഥിതി അനുസരിച്ച് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഖെറൂബുകൾ. അത് ദൈവ സാന്നിധ്യത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ദൂതന്മാരാണ്, വലിയ അധികാരമുള്ള ദൂതന്മാരാണ്. ഇവിടെ ഈ ഖെറൂബാണ് എന്ന് പറയുമ്പോൾ അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ദൂതന്മാരിൽ ഒരാൾ ആയിരുന്നു, കൂടിയ ദൂതന്മാരിൽ ഒരാളായിരുന്നു. അതിൻ്റെ ഒരു തലവനായിരുന്നു, ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡായിരുന്നു. വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. സറാഫുകൾ എന്ന് കേട്ടിട്ടില്ലേ വേദപുസ്തകത്തിൽ? അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളതിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സറാഫുകൾ, ഖെറൂബുകൾ. അപ്പം അങ്ങനെ ഒരു ഖെറൂബായിരുന്നു. വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു എന്നൊക്കെ വായിക്കുന്നു. കൂടുതൽ വിശദീകരണം വേണ്ടവർ യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം, 10-ാം അധ്യായം എന്നീ അധ്യായങ്ങൾ വീട്ടിൽ പോയി വിശദമായി വായിച്ചു നോക്കണം. അപ്പോൾ ഈ പറയുന്ന പ്രയോഗങ്ങൾ അവിടെ മനസ്സിലാവും. ഈ അഗ്നിമയ രഥം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അവിടെ മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു വിശേഷപ്പെട്ട ദൂതനായിരുന്നു ഇയാൾ എന്ന് യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? നോക്കൂ, നീ അങ്ങനെ ആകാശത്ത് നിന്ന് വീണു എന്നാണ് പറയുന്നത്. ബാബേൽ രാജാവിനെ കുറിച്ച് പറയാം, ആകാശത്തല്ലല്ലോ ബാബേൽ രാജാവ് താമസിക്കുന്നത്. അപ്പം നീ അങ്ങനെ ആകാശത്ത് നിന്ന് വീണു. അപ്പം അങ്ങനൊരു ആകാശജീവിയാണ്, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ സേവ ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതനായിരുന്നു ഇദ്ദേഹം. വളരെ സുപ്പീരിയറായിരുന്നു, വളരെ വളരെ കൂടിയ ഒരു സൃഷ്ടിയായിരുന്നു. യെഹെസ്കേൽ 28-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. യെഹെസ്കേൽ 28-ന്റെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പുസ്തകം പറയുന്നു.
കാരണം ഈ ആളിനെ മനസ്സിലാക്കണമെങ്കിൽ 2 അധ്യായം കൂടെ ഒന്നിച്ച് ചേർത്ത് അതിൻ്റെ ക്രമത്തിൽ പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയുന്ന കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി. 28:13 നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം. ആ മൈക്ക് വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ടോ? അത് ഓഫ് ചെയ്യാതിരിക്കൂ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ നിന്ന് ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു സാധാരണ ജീവി അല്ലത്. അങ്ങനെ കൂടിയ തരത്തിൽ രത്നങ്ങളാലും മറ്റും നിർമ്മിക്കപ്പെട്ട ഒരു വിശേഷ ജീവിയായിരുന്നു. വെരി സൂപ്പർ. അങ്ങനെയുള്ള ഒരു ജീവി ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു എന്ന്. ഇനിയും എസ്കേൽ 28:12 മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനുമായിരുന്നു. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദൂതജീവി. ഇനിയും എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? എസ്കേൽ 28:16 നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. സാഹസം കൊണ്ട് നിറഞ്ഞു. വലിയ അഹങ്കാരം തോന്നി, വലിയ നിഗളം തോന്നി. അവിടെയാണ് പ്രശ്നം. കാരണം ഇങ്ങനെ ഭയങ്കര കുടി ജീവിയല്ലേ. അപ്പം ആ നിഗളം ഉണ്ടായി, അഹങ്കാരം വന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ദേവപർവ്വതത്തിൽ നിന്ന് ആ സ്വർഗമണ്ഡലത്തിൽ തള്ളിക്കളഞ്ഞു. പിന്നെ അടുത്ത മറയ്ക്കുന്ന ഖെറൂബേ. നേരത്തെ പറഞ്ഞ ഖെറൂബാണെന്ന് ആവർത്തിച്ച് പറയാം. മറയ്ക്കുന്ന ഖെറൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നീ സഞ്ചരിച്ചിരുന്ന ആ മണ്ഡലത്തിൽ നിന്ന് നിന്നെ മുടിച്ചു, അവിടെ നിന്ന് നിന്നെ തള്ളിക്കളഞ്ഞു. 17 നിന്നെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. അപ്പൊ അവിടെയും ഈ അഹങ്കാരം, നിഗളം, ആ കാരണത്താൽ ഇതെല്ലാം ദൈവം കൊടുത്തതല്ലേ, ഒന്നും സ്വന്തം അല്ലല്ലോ. ദൈവം ഉണ്ടാക്കിയ ഈ ജന്തുവിൻ്റെ ഈ നിഗളം ദൈവത്തിന് മുമ്പാകെയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. തൽക്കാലം ആ വാക്കാണ്ടിരിക്കട്ടെ. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. ഇനി യെശയ്യാ 14:13 എന്താണ് ഇയാളുടെ നിഗളം? നിഗളം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഇയാൾ കാണിച്ച നിഗളം? എന്താ അഹങ്കാരം? എന്താണ്? യെശയ്യാ 14:13 ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇതാണ് അഹങ്കാരം, കൊച്ചുകാരിയൊന്നുമല്ല. ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ദൈവം മാത്രം അങ്ങോട്ട് വലിയ ആളായിട്ടിരിക്കണ്ട, ഞാനും അങ്ങോട്ട് കയറിയിരിക്കാൻ പോവാണ്. ദൈവം ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് ഞാനും.
അപ്പം ദൈവത്തോട് സമനാകാനും അല്ല ദൈവത്തിനെ ഓവർടേക്ക് ചെയ്യാനും ഉള്ള തരത്തിലുള്ള നിഗളം. ദൈവം ഉണ്ടാക്കിയ ഒരു ദൂതൻ, ഒരു സൃഷ്ടി, ഒരാത്മജീവി, ഇങ്ങനെയുള്ള ഈ നിഗള നിമിത്തം എന്ത് സംഭവിച്ചു? യെശയ്യാ 14:15. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ ഞാൻ വീഴും. നിന്നെ നിലത്ത് തള്ളിയിട്ടു നേരത്തെ പറഞ്ഞു. എന്നാൽ അതിന്റെ അസൽ വിശദീകരണം നിന്നെ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. അയാളെ അവിടുന്ന് തള്ളി, സ്വർഗസന്നിധിയിലും തള്ളി, ദൈവസന്നിധിയിലും തള്ളി. തള്ളിയിട്ടത് പാതാളത്തിലേക്കാണ്, നാശകൂപത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ചില വാക്കുകൾ കൂടി എടുക്കാം. പുതിയ നിയമത്തിൻ്റെ ചില വാക്കുകൾ കൂടെ പരിശോധിക്കാം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ. യേശു പറഞ്ഞ ഒരു പ്രയോഗം, ഞാൻ എൻ്റെ സഭയെ പണിയും. ബാക്കി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. നമ്മൾ സഭയാണ്, ഇവിടെ ഇരിക്കുന്ന സഭയാണ്, നമ്മളെക്കുറിച്ച് പറഞ്ഞതാണ്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പറയുന്ന പോലെ ഇപ്പറയുന്ന ദൂതനെ അയാൾ അശുദ്ധനായി തീർന്നു. നല്ല ദൂതനായിരുന്നു, വിശുദ്ധ ദൂതനായിരുന്നു, ദൈവത്തിൻ്റെ കൂടിയ ദൂതന്മാരിൽ ഒരാളായിരുന്നു. പക്ഷെ അശുദ്ധനായി തീർന്ന് അയാൾക്ക് പിന്നെ പറയുന്ന പേരാണ് പിശാച്, സാത്താൻ. പിന്നെ കിട്ടിയ പേരാണ്, അതായത് ഒറിജിനൽ പേരതായിരുന്നില്ല. അപ്പം ആ അശുദ്ധനായി തീർന്ന ഈ ആള് അയാളെ തള്ളിയത് പാതാളത്തിലേക്കാണ്. അതാണ് യേശു പറഞ്ഞ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പാതാളം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിത്തട്ടാണ് പാതാളം എന്നാണ് ശാസ്ത്രം പറയുന്നത്, ദൈവശാസ്ത്രം പറയുന്നത്. പാതാളം ഭൂമിയുടെ അടിത്തട്ടാണ്. ഇതിന് പല തട്ടുണ്ട്. ഏറ്റവും അടിയിലത്തെ തട്ടാണ് ഈ പറയുന്ന അടിത്തട്ട്. അതല്ലേ വാക്കങ്ങനല്ലേ, അടിത്തട്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അതിന് പറയുന്ന വാക്ക്, അവനെ അഗാധ കൂപത്തിലേക്ക് തള്ളി, പിശാചിനെ ഒരു ദിവസം അഗാധ കൂപത്തിലേക്ക് തള്ളി അവിടെ പൂട്ടിയിടും എന്ന്. അപ്പം ഭൂമിയുടെ അടിത്തട്ടിൽ ഒരു സ്ഥലമുണ്ട്, അതിന് പറയുന്ന പേരാണ് പാതാളം. അങ്ങനെ അടിത്തട്ടിൽ തള്ളിയിട്ടു. അതോടെ അയാളുടെ താമസ സ്ഥലം മേളിൽ നിന്ന് മാറിയിട്ട് താമസ സ്ഥലമായി തീർന്നത് പാതാളമാണ്. അതാണ് അയാളുടെ വീട്. അല്ലെങ്കിൽ അയാൾ വലിയ ആളല്ലേ, അയാളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാം. കൊച്ചുപുള്ളിയല്ലല്ലോ, ഈ ലോകത്തിൻ്റെ പ്രഭു, ആകാശത്തിൻ്റെ അധിപതി എന്നൊക്കെ പറയുന്ന ആ വലിയ ആളിന് തൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ പാതാളം. അപ്പം അങ്ങനെ മരിതനായിത്തീർന്ന ആ സ്വർഗജീവിയുടെ പേരാണ് പിശാച്. ഇയാൾ ഒരു വിഭാഗത്തിൻ്റെ തലവനായിരുന്നു, ദൂതഗണത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ തലവനായിരുന്നു. അപ്പം അയാൾ തന്നെയല്ല ഈ പണി കാണിച്ചത്. അയാൾ മത്സരിച്ചപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുമല്ല, ആ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ഈയുടെ കൂടെ ചേർന്നപ്പോൾ ഇവരെല്ലാം അശുദ്ധരായി തീർന്നു. അപ്പം ഈ മെയിൻ തലവനെ വാക്യങ്ങളെല്ലാം എടുക്കാതെ ഞാൻ പറയുകയാണ് പിശാചെന്നും, അയാളുടെ കൂടെ കൂടിയ ജൂനിയേഴ്സിനെ സാധാരണ ഭൂതങ്ങളെന്നും പുതിയ നിയമം വിളിക്കും. ഭൂതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയണ്ടേ? ഇയാളുടെ കൂടെ ഉള്ള ദൂതന്മാരുടെ പേരാണ്, ജൂനിയേഴ്സിൻ്റെ പേരാണ് ഭൂതങ്ങൾ. ഇവര് ദൈവത്തിനെതിരാണ്. നേരത്തെ പറഞ്ഞതില്ലേ, ഞാൻ അത്യുന്നതനോട് സമനാകും. അപ്പം ദൈവപ്രവൃത്തിക്കെതിര്, ദൈവത്തിനെതിര്, എല്ലാം തൻ്റെ പിടിയിൽ ഒതുക്കണം. ലോകം തൻ്റെ പിടിയിൽ വേണം, മനുഷ്യർ തൻ്റെ പിടിയിൽ വേണം, സിസ്റ്റംസ് എല്ലാം തൻ്റെ പിടിയിൽ വേണം എന്ന് ആഗ്രഹിച്ച് കൊതിച്ച് പരിശ്രമിച്ച ഒരുത്തൻ.
തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൂതന്മാരെ അശുദ്ധരായി അവരെയും തള്ളി. അവർക്ക് മേലോകത്തിൽ സ്ഥലമുണ്ടായിരുന്നു, അവരെയും തള്ളിയവരെ 2 വിഭാഗമായി തിരിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. തൻ്റെ കൂടെയുള്ള ദൂതന്മാരെ 2 പ്രത്യേക വിഭാഗമായി തിരിച്ചു. അതിൽ ഒരു വിഭാഗത്തെ പിടിച്ച് ജയിലിലിട്ടു. നമ്മുടെ ഭാഷയ്ക്ക് പറയാ ജയിലിലിട്ടു. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിലിട്ട് നരകത്തിലാക്കി. ഓക്കെ, അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം പിടിച്ച് ജയിലിലിട്ടു. പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ ജയിലിൽ പൂട്ടി. അതും അങ്ങ് പാതാളത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ്. നരകത്തിലാക്കി അവരെ അങ്ങനെ പൂട്ടി, പുറത്തു വരാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം പരിശോധിച്ചാൽ ഭാവിയിലൊരിക്കൽ, ആദ്യത്തെ പാരഗ്രാഫ്, വെളിപ്പാട് 9-ന്റെ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചാൽ, ഭാവിയിൽ ഒരു ദിവസം മഹോപദ്രവകാലത്ത് ഇവരെ ഒരു 5 മാസത്തേക്ക് അഴിച്ചുവിടും. പാതാളത്തിൽ നിന്ന് പുറത്തു വരാൻ അനുവദിക്കും. അതെന്തിനാണ് പുറത്തു വരാൻ അനുവദിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ നല്ല സുവിശേഷം മനുഷ്യരോടെല്ലാം പറഞ്ഞിട്ട് ഒരു കാരണവശാലും ഇതനുസരിക്കില്ല. പിശാചിനെ സേവിക്കരുത്, സേവിച്ച കുഴപ്പമുണ്ട് എന്നെല്ലാം പറഞ്ഞു വെച്ച് അവർക്ക് പിശാചിനെ സേവിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആ സേവിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നൊരു ദിവസം തിരിച്ചറിയണ്ടേ. അതിനുവേണ്ടി ഇവരെ 5 മാസത്തേക്ക് പുറത്തു കൊണ്ടുവന്ന് മനുഷ്യരെ 5 മാസം കുത്താൻ വേണ്ടി, ദണ്ഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും. തേള് കുത്തുന്നത് പോലെ മനുഷ്യനെ കുത്തും. ഭയങ്കര വേദന, അസഹനീയ വേദന, മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ തോന്നത്തക്ക ഭയങ്കര വേദന. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 5 മാസം ആത്മഹത്യ നിരോധിക്കും. ഒരെണ്ണം ഈ വേദനയിൽ രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ മനുഷ്യരെ അന്നത്തേക്ക് ദണ്ഡിപ്പിക്കാൻ ഇവരെ സ്വല്പകാലത്തേക്കൊന്ന് അഴിച്ചുവിടും. എന്നാലും അവർ ഇപ്പം ജയിലിൽ കിടക്കുന്നവരാണ് ഒരു വിഭാഗത്തെ. വേറൊരു വിഭാഗത്തെ സ്വതന്ത്രരായി വിട്ടിരിക്കുകയാണ്. അതാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഇതൊക്കെ പറയുന്ന വേറൊരു വിഭാഗമാണ്. എന്താണ് എഫേസ്യർ 6-ന്റെ 12? അറിയാവുന്ന വാക്യമാണല്ലോ. അത് പറഞ്ഞാലോ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പം അങ്ങനെ ഒരു സേന തന്നെ. ഇയാൾ മാത്രമല്ല, വലിയ സേന, സൈന്യത്തെ ഡെസ്പാച്ച് ചെയ്തിരിക്കുകയാണ്. ആ സേന ഭൂമിയിൽ എല്ലാ തിന്മയും ഉണ്ടാക്കുന്നു. ഇവർ വഴിയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. പിശാച് നേരിട്ടല്ല പ്രവർത്തനം, ഇവർ വഴിയാണ്. അപ്പം അവരെ എല്ലാ ദേശത്തും വിട്ട് മനുഷ്യരെ കൊണ്ട് തിന്മ ചെയ്യിക്കാൻ, പാപം ചെയ്യിക്കാൻ, രോഗം വരുത്താൻ, നാശം വരുത്താൻ, വിപത്ത് വരുത്താൻ, അങ്ങനെ ഓരോരോ ദണ്ഡനങ്ങൾ വരുത്താൻ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിശാച് എല്ലായിടത്തും ഇല്ല. അയാൾ സർവ്വവ്യാപിയല്ല. നമ്മുടെ ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം എല്ലായിടത്തും ഒരേ സമയം ഉണ്ട്. പക്ഷെ പിശാച് എല്ലായിടത്തും ഒരേ സമയം ഇല്ല. നമ്മൾ വായിക്കുന്നത് അയാളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രധാനപ്പെട്ട സംഗതികൾ നടക്കുന്നിടത്തോട്ട് അയാൾ പോകും. അവിടെ പോയി പദ്ധതിയൊക്കെ തയ്യാറാക്കി വെച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇപ്പോൾ പറന്തലിൽ സ്വല്പ സമയത്ത് വരും. പക്ഷേ പറന്തലിലുള്ള സമയത്ത് അയാൾ ഡൽഹിയിലില്ല, അന്നേരം അയാൾ ന്യൂയോർക്കിലില്ല, ലണ്ടനിലില്ല. അവിടെ പോകുന്ന സമയത്ത് പറന്തലിൽ അയാളുണ്ടാവില്ല, ജൂനിയേഴ്സ് ഇവിടെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണ് അയാൾ. എന്നാൽ അവൻ്റെ ജൂനിയേഴ്സിനെ ലോകം മുഴുവൻ ഡെസ്പാച്ച് ചെയ്തിരിക്കുന്നു. അപ്പം ഇതാണ് അയാളുടെ സംവിധാനം. ഇനിയും
ഈയുടെ ഓപ്പറേഷൻസ്, പ്രവർത്തനവും അയാളുടെ മണ്ഡലവും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തിൻ്റെ വചനമാണ് ഞാനീ പറഞ്ഞത്, എൻ്റെ സ്വന്തം ഒന്നും പറയുന്നില്ല കേട്ടോ. അയാളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, പാതാളം. മത്തായി 16:18, 2 പത്രോസ് 2:4, യെശയ്യാവ് 14:12-15 വാക്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്. ശരിക്കും അയാളുടെ ആസ്ഥാനവും അതാണ്, അയാളുടെ താമസ സ്ഥലവും അതാണ്. അയാൾ അവിടെ താമസിക്കുന്നെങ്കിലും ഈ ആകാശമണ്ഡലം അയാളുടെ കയ്യിലാണ്. എഫേസ്യർ 2:2 നേരത്തെ വായിച്ചൊരു വാക്യമാണ്. എന്താണ് വായിച്ചത്? ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ആകാശമണ്ഡലത്തിൽ ഒരധികാരം, ഒരധികാരി തന്നെ, അതിനെ നിയന്ത്രിക്കുന്ന ഒരു അധികാരി. അധികാരിയുടെ കീഴിൽ വേറെ ആളുകളും. അതാണ് മുമ്പ് പറഞ്ഞ ദുഷ്ടാത്മ സേന. ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഒരു സൂചനയാണ് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ദൈവത്തിൻ്റെ സന്ദേശവുമായി ദൂതൻ ഇറങ്ങി വന്നു ദാനിയേലിന് കൊടുക്കാൻ. ഇടയ്ക്ക് പാർസ് രാജ്യത്തിൻ്റെ പ്രഭു ആകാശമണ്ഡലത്തിൽ നിന്ന് തടഞ്ഞു വെച്ച് പറഞ്ഞ് പോകാൻ പറ്റില്ല, ഈ സന്ദേശം ജനത്തിന് കൊടുത്തേക്കാൻ സമ്മതിക്കില്ല എന്ന് തടഞ്ഞ ഒരു കാര്യമുണ്ടെന്ന് ദാനിയേൽ പ്രവചനം തെളിച്ചു പറയുന്നു. അതാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ആകാശമണ്ഡലത്തിൽ ഇയാൾ സ്വാധീനം ചെലുത്തുന്നു. എന്താണ് സ്വാധീനം ചെലുത്താൻ കാരണം? ദൈവത്തിൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ വിടുതൽ ജനത്തിൻ്റെ വരാൻ പാടില്ല. ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങ് ചെല്ലാൻ പാടില്ല. തടസ്സം സൃഷ്ടിക്കുന്ന ഒരു വല്ലാത്ത ശക്തി ആകാശമണ്ഡലത്തിൽ നമ്മൾ കാണാതെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ പ്രാർത്ഥന തുടരുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ദാനിയേലിന് അറിയില്ല. ദാനിയേലിനോട് 21-ാം ദിവസം ദൂതൻ വന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു യുദ്ധം ആകാശമണ്ഡലത്തിൽ നടക്കുകയാകുന്നത്. അതെ, ഒന്നുകൂടെ പറയുന്നു, നമ്മുടെയും ജീവിതത്തിൽ പലതിൻ്റെയും സമയത്ത് ആകാശമണ്ഡലത്തിൽ യുദ്ധം നടക്കുന്നു. കാര്യം എന്താണെന്ന് നമ്മൾ അറിയാതെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയാണ്. പലതിനും കിട്ടേണ്ട ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും എന്താണെന്ന് അറിയാൻ മേലാത്തതിനും വചനം പറയുന്ന ഉത്തരം ഇതിൻ്റെ മണ്ഡലത്തിൽ ഒരുത്തൻ നിന്ന് ഇതിനെ തടയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ മണ്ഡലം പൊട്ടിച്ചെങ്കിലേ ഭൂമിയിൽ വിടുതലുണ്ടാകുകയുള്ളൂ. ആ മണ്ഡലത്തിൽ ജയമെടുത്തില്ലെങ്കിൽ ഭൗമമണ്ഡലത്തിൽ ജയം ഉണ്ടാവുകയില്ല. അപ്പം അങ്ങനെ എതിർക്കുന്ന ഒരു ശക്തി ഈ ആകാശമണ്ഡലത്തിലുണ്ട് എന്ന് ഇവിടെ തെളിച്ചു പറഞ്ഞത്. അതിന് അധിപതി ഇയാളാണ്. അയാളുടെ ജൂനിയേഴ്സിനെ കൊണ്ട് അതിൻ്റെ പ്രവൃത്തി ചെയ്യിക്കുന്നു. ഇയാൾ അത് ചെയ്യുമ്പോൾ തന്നെ 1 പത്രോസ് 5:8 നമ്മൾ വായിച്ചത് എന്താണ്? നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നല്ല വായിച്ചേ, ചുറ്റി നടക്കുന്നു. ഭൂമിയിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് അതേ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരും. അപ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും ചുറ്റി നടക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഇയ്യോബ് 1:7, 2:2 ഒന്ന് നോക്കിയാലോ. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇയാൾ ഇങ്ങനെ കറങ്ങി നടക്കും. ഇയാളുടെ പദ്ധതികൾ നടപ്പാക്കണമല്ലോ, ഓരോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണമല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നതിന് മുടക്കം ഉണ്ടാക്കണം, ആത്മീയ കാര്യങ്ങൾക്ക് മുടക്കം ഉണ്ടാക്കണം, സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ബലവാന്മാരായി നിൽക്കുന്ന ചിലരെങ്കിലും, ഇയാൾക്ക് മെയിൻ പുള്ളികളെയാണ് ഇയാളുടെ നോട്ടം, ബാക്കി ജൂനിയേഴ്സിനെ ഏൽപ്പിക്കും. അപ്പം അങ്ങനെ നല്ല പോലെ നിൽക്കുന്ന ചിലരെ തോപ്പിക്കണം, പരാജയപ്പെടുത്തണം. അപ്പോൾ അത് ആസൂത്രണം ചെയ്യാൻ വേണ്ടി മേജർ ഇവൻറ്റ്സ് വരുമ്പോൾ, ദൈവപ്രവൃത്തികളുടെ ഈ സംഭവങ്ങൾ വരുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കാൻ
ഓരോ ദേശത്ത് പോയി, എൻ്റെ ഭാഷയ്ക്ക് പറയാണ്, അയാളുടെ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടും. ആസൂത്രണങ്ങൾ ജൂനിയേഴ്സിനെ ഏൽപ്പിക്കാൻ, ജോലി ഏൽപ്പിക്കാൻ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടും. അതിന് ഇയാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സ്തോത്രം. അയാൾ ചില സമയത്ത് വരുമ്പോഴാണ് ഗൗരവമായ പ്രശ്നങ്ങൾ ഓരോ ദേശങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആത്മമണ്ഡലമാണ്. ഞാൻ ഈ പുസ്തകം പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്, അല്ല എൻ്റെ സ്വപ്നങ്ങളൊന്നും പറയുന്നതല്ല. ഭൂമിയിൽ ഊടാടിയിട്ട് വരുന്നു. നീ അവിടെ ഒരുത്തനെ കണ്ടോ? അവിടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ചിലരെയാണ് നോട്ടം. അയക്ക് ഏറ്റവും ഭക്തനായി ജീവിച്ച ഒരുത്തൻ ഓർഡിനറി ഫോക്സിൻ്റെ അയാളെ കൂലി പോകില്ല. ഞാൻ പറഞ്ഞത് അതിന് ജൂനിയേഴ്സ് മതി. ഏറ്റവും ഭക്തനായി ജീവിച്ച, ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി ഒരു കുറ്റവും പറയില്ലാത്ത ഒരുത്തൻ്റെ അടുക്കെ പോയി ഇവനെ ഒന്ന് തകർത്തിട്ട് വരാൻ പറ്റുമോ എന്ന് നോക്കാൻ. ഓ ജീസസ് ജീസസ് ജീസസ്. പക്ഷെ വന്നിട്ട് പറയാണ് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അയാളോട് അടുക്കാൻ പറ്റുകയില്ല, അയാളുടെ വീടിനോട് അടുക്കാൻ പറ്റുകയില്ല. നീ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അയാളുടെ കണ്ണാടി പോകുന്നിടത്ത് നീ അതിലൊരെണ്ണത്തെ കൊല്ലാൻ പറ്റില്ല. അയാളുടെ പിള്ളേര് പോകുന്നിടത്ത് ചെല്ലാൻ ഒരു മാർഗവും ഇല്ല. ആമേൻ. അങ്ങനെ നോക്കി നടക്കുന്ന ചിലതുണ്ട്, അറിയണം. ചിലതുണ്ട്. അവരെ വീഴ്ക്കാൻ, നശിപ്പിക്കാൻ, മുടിക്കാൻ വലിയ ബലത്തോടെ, ഞാൻ പറഞ്ഞില്ല ഓർഡിനറി ആളുകളല്ല, സ്പെഷ്യൽ ആളുകളിലേക്ക് പോയി നശിപ്പിക്കാൻ വരുന്ന വല്ലാത്ത ഒരു ശക്തി, അധികാരി ഒരുത്തൻ ഉണ്ട്. കാരണം നീ ചില കീ ഫിഗേഴ്സാണ്. പലതിനും നീ കീയാണ്, നീ ആണിക്കല്ലാണ്. അങ്ങനെ നിന്നെ വിട്ടാൽ അവൻ്റെ പദ്ധതികൾ നടക്കില്ല. ആ പദ്ധതിക്ക് പാരവെക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിൽ നിന്നെ ഒതുക്കുക എന്നുള്ളത്, നശിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ പദ്ധതിയുമായി അത് ചുറ്റിക്കറങ്ങി നടക്കും. അത് മേജർ സംഭവമായിരിക്കും. കൊച്ചു കാര്യമൊന്നുമല്ല, മേജർ സംഭവമായിരിക്കും. എന്നാലും ഒന്നുകൂടെ പറയുന്നു, ഒരു കാരണവശാലും പേടിക്കരുത്. സ്തോത്രം. അയാൾ എന്തോന്നല്ല ശക്തിയിൽ വന്നാലും നിനക്ക് ചുറ്റി കെട്ടിയിരിക്കുന്ന വേലി പൊളിച്ച് ആമേൻ. സ്വത്തിനെ തൊടാനാകട്ടെ, മക്കളെ തൊടാനാകട്ടെ, നന്മയെ തൊടാനാകട്ടെ, സാധിക്കാത്ത തരത്തിൽ ഒരാത്മമണ്ഡലമുണ്ട്. പക്ഷെ അറിയണം, ഇങ്ങനൊരുത്തൻ കറങ്ങുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ബാക്ക് അങ്ങനെ ഓപ്പറേഷൻസ് ഉണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള അനുവാദമുണ്ട്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ഇയാളെ പാതാളത്തിൽ തള്ളിക്കളഞ്ഞെങ്കിലും മറ്റേടത്ത് സ്ഥിരതാമസം ഇല്ലാന്നേ ഉള്ളൂ. അയാൾക്ക് അവിടെ ചെല്ലാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലും, റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ചെല്ലും. കണ്ടില്ലേ? റിപ്പോർട്ട് ചെയ്യാൻ ചില സ്പെഷ്യൽ പെർമിഷൻസ് വാങ്ങിക്കാൻ ഒക്കെ അവിടെ ചെല്ലും. പറഞ്ഞതിൻ്റെ അർത്ഥം തിരിയോ? ഇയ്യോബിൻ്റെ ചെന്ന് സ്വർഗത്തിൽ ചെന്ന് ഇയ്യോബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അവൻ്റെ ഭക്തി ചുമ്മാ, നീ എല്ലാം കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പം നല്ല ഭക്തനായിരിക്കുന്നു.
അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടൊന്നും ഇയാൾ ഭക്തി കാണിക്കുന്നൊന്നുമല്ല. എല്ലാം അങ്ങോട്ട് കൊടുത്തിരിക്കും. പിന്നെ അവനെന്താ പ്രശ്നം? നിനക്ക് നല്ലവൻ സ്തോത്രം എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. അതാണ് അയാളുടെ വാക്ക്. അപ്പോഴാണ് അയാൾ പറയുന്നത്, ഒരു കാര്യം ചെയ്യ്, ആ വേലിയൊന്ന് പൊളിച്ച. അവൻ നിന്നെ മുഖത്ത് നോക്കി ചേച്ചിച്ചു പറയും, എങ്ങനെ വീഴ്ത്താമെന്ന് നോക്കി, മൂടിക്കാമെന്ന് നോക്കി. നമ്മുടെ അധികം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, പണ്ടൊരിക്കൽ ഒരു മഹാപുരോഹിതൻ ഒരിച്ചിരി മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നു. ഉടുപ്പ് ഇച്ചിരി ചവണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ ചെന്ന് പറഞ്ഞത് അവൻ്റെ ഉടുപ്പ് ചവണ്ടതാണ്. അപ്പം അങ്ങനെ കുറ്റം പറയാൻ, ആക്ഷേപിക്കാൻ, അതിനും ദൈവത്തിൻ്റെക്ക് പോകും. മഹാപുരോഹിതനായ യോശുവ അവിടെ പാപം ചെയ്തില്ല. പറഞ്ഞില്ലേ, ഉടുപ്പിച്ചിരി ചവിണ്ടുന്ന. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ഒരിക്കലും പോകാൻ അധികാരമുള്ള ആളാണ് ഇയാൾ. ഓറൈറ്റ്. ഇനി അവിടെ ഒരു ഇച്ചിരി പേരും കൂടെ പറയാം. ഇയാൾ ആളായിരുന്നു മനസ്സിലാക്കാൻ അയാളുടെ സ്വഭാവം കൂടെ പേര് നോക്കി വേണം അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ. ശരിക്കും ഈ പേരും സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കേണ്ടതാണ്. ഇപ്പോഴാണ് ഈ പേരിനൊന്നും അർത്ഥമൊന്നും ഇല്ലാതെ കുറേ അക്ഷരങ്ങൾ ചേർത്ത് പേരിടുന്നത് ഇപ്പോഴത്തെ സമ്പ്രദായമാണ്. എന്നാലും പൊതുവേ പണ്ട് ഈ പേരും ആളുടെ സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അപ്പം ഇയാളുടെ ചില പേര്, വേദപുസ്തകം പറഞ്ഞ ചില പേര് പറഞ്ഞാൽ ഇയാളുടെ സ്വഭാവം എന്താണെന്നറിയാം. സ്വഭാവം എന്താണെന്ന് നോക്കി വെച്ച് കൂട്ടുകൂടാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് നോക്കിക്കോളൂ. അയാളുടെ ഒരു പേര് മുമ്പ് പറഞ്ഞ പൈത് തന്നെ പറയാം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം എന്താണ്? നിങ്ങളുടെ പ്രതിയോഗി, ശത്രു. നിങ്ങളെ മുടിക്കാൻ വരുന്നവൻ, നിങ്ങളെ എതിർക്കാൻ വരുന്നവൻ, നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നവൻ. അയാളുടെ സ്വഭാവം അതാണ്. നേരത്തെ പറഞ്ഞ വാക്യങ്ങൾ മോഷ്ടിപ്പാനും അറപ്പാനും കുടിപ്പാനും വരുന്നു. അപ്പോൾ അറിഞ്ഞിരിക്കണം, അയാൾ ശത്രുവാണ്. കൂടരുത്. കൂടിയാലും പള്ളക്ക് കുത്തികളെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. അയാൾ ശത്രുവാണ്. യോഹന്നാൻ 8:44 അയാളുടെ വേറൊരു പേര്. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അതാണ് അടുത്ത പേര്. ഭോഷ്ക് പറയുന്നവൻ, നോണ പറയുന്നവനെന്ന് മാത്രമല്ല അതിൻ്റെ അപ്പൻ. ആരെല്ലാം ഭോഷ്ക് പറയുന്ന അവരെല്ലാം ഈ പുള്ളിയുടെ മക്കളാണെന്ന്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ ഭോഷ്ക് പറയുന്നവർ ദൈവരാജ്യം അവകാശം ആക്കില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം, 22-ാം അധ്യായം 15-ാം വാക്യം. ഭോഷ്ക് പറയുന്നവർക്ക് സ്വർഗരാജ്യം ഇല്ല. കള്ളം പറയുന്ന പിശാചിൻ്റെ സ്വഭാവമാണ്. അയാളുടെ ആളുകളാണ് കള്ളം പറയുന്നവർ. സ്വർഗത്തിൽ പോകാനുള്ള ഒരാളും കള്ളം പറയാൻ പാടില്ല. ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം, സ്വർഗത്തിൽ പോകുന്ന ഒരാളും കള്ളം പറയാൻ പാടില്ല. കള്ളം പറയുന്നവന് സ്വർഗരാജ്യം ഇല്ല. കള്ളം പറയുന്നവൻ പിശാചിൻ്റെ സന്തതിയാണ്. തന്നെയല്ല, ഇയാൾ ഓരോ ഭാവമെടുക്കും. ഈ കള്ളത്തിൻ്റെ തന്നെ ഭാഗം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, 2 കൊരിന്ത്യർ 11:14 സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. തനി സ്വഭാവത്തിൽ വന്നാൽ മനുഷ്യൻ അംഗീകരിക്കത്തില്ല. ഇയാൾ ഇരുട്ടായിട്ട് വലിയ വികൃത വേഷത്തിൽ നാക്കൊക്കെ അങ്ങോട്ട് നീട്ടിയിട്ട് ഒക്കെ വന്നാൽ മനുഷ്യൻ സ്വീകരിക്കില്ല.
തനി വേഷത്തിൽ വന്നാൽ മനുഷ്യൻ ചെറുക്കും, ഏത് സ്ഥലത്തിലും ശക്തി സംഭരിച്ച് എതിർക്കാൻ നോക്കും. അതുകൊണ്ട് അയാൾ വേഷപ്രച്ഛന്നനായിട്ടാണ് വരുന്നത്. വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചാണ് വരുന്നത്. അയാൾ വെളിച്ചദൂതനല്ല, അയാൾ ഇരുട്ടിൻ്റെ ആളാ. പക്ഷെ വെളിച്ചദൂതൻ്റെ വേഷം എടുത്താണ് വരുന്നത്. അപ്പോൾ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. പിശാചിൻ്റെ ഭൂമിയിലെ ചരക്കുകൾ ഏറെക്കുറെയെല്ലാം മനുഷ്യനെ ആകർഷകമാക്കി തീർത്താണ് കയറി വരുന്നത്, മുടിക്കുന്നതാണ്. പക്ഷേ മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ മേലാതെ വണ്ണം അതിനെ ആകർഷകമാക്കി കൊണ്ടുവരും. ആത്മീയത്തിൻ്റെ വേഷം വേണമെങ്കിൽ കൊടുക്കും, പലതും. ഇപ്പം അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. ആത്മീയത്തിൻ്റെ വേഷം കൊടുക്കും, പക്ഷേ ദൈവവുമായി ബന്ധപ്പെട്ട ആത്മീയം ആയിരിക്കില്ല. അടുത്ത വാക്ക് എഫേസ്യർ 2:2. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും നടന്നു. അപ്പൊ അയാളെ മറ്റൊരു പേരാണ് അനുസരണക്കേടിന്റെ തലവൻ. അയാളുടെ സ്വഭാവം ഡിസബീഡിയൻസ്. ദൈവം പറഞ്ഞതനുസരിക്കാൻ പാടില്ല. അതല്ലേ ഏദൻ തോട്ടത്തിൽ വന്ന് പറഞ്ഞത്, ദൈവം പറഞ്ഞതനുസരിക്കരുത്. ഈ പുസ്തകം പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. അപ്പം ഭൂമിയിലെ അനുസരണക്കേടിൻ്റെ ഉൽപാദകൻ, തലവൻ, നിയമലംഘനത്തിൻ്റെ ആൾ, വീട്ടിൽ അപ്പനെ അമ്മയെ അനുസരിക്കാത്തതിൻ്റെ തലവൻ, എല്ലാം ഈ പുള്ളിയാണ്. അയാളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ അത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അതിനോട് ചേർത്തൊരു വാക്കാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അധർമ്മമൂർത്തി എന്നുവെച്ചാൽ അധർമ്മത്തിൻ്റെ, ധർമ്മമില്ലാത്തതിൻ്റെ മൂർത്തിഭാവം, ലോലെസ് വൺ. നിയമം അനുസരിക്കരുത് എന്ന് മനുഷ്യനോട് പറഞ്ഞ് നിയമം ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾ. ഇസ്രായേൽ ജനം തോറ്റ അവിടല്ലേ? നിയമം, ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചല്ലേ ഈ നാശം മുഴുവൻ വരുത്തി വെച്ചു. ലോകത്തിലെ ഒരു ട്രെൻഡല്ലേ നിയമം ലംഘിക്കുക. അപ്പനും അമ്മയും പറയുന്നതനുസരിക്കാതിരിക്കുക, രാജ്യം പറയുന്നതനുസരിക്കാതിരിക്കുക, സമൂഹം പറയുന്നതനുസരിക്കാതിരിക്കുക. അതൊരു ട്രെൻഡാണ് മനുഷ്യന്, ഒരു 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 രീതിയാണ്. അപ്പം അതിൻ്റെ തലവനും ഇയാൾ തന്നെയാണ്. അവിടെ പറഞ്ഞ മറ്റൊരു വാക്കാണ് നാശയോഗ്യൻ.